ആരെയാ ഗായിമോളെ ചതയ്ക്കാൻ പോകുന്നത്? സംസാരം കേട്ട് ദേവുവിൻ്റെ അമ്മ രാഗി തിരക്കി. ആരും ഇല്ല രാഗിയമ്മേ, ഞാൻ ചുമ്മാ. ഗൗരി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. നിദ്രയില്ലാത്ത രാത്രി. അന്ന് രാത്രി പഠിക്കാനായി ഗൗരിയും ദേവുവിൻ്റെ വീട്ടിൽ തങ്ങാനുണ്ടായിരുന്നു. പുറത്ത് കോരിച്ചൊഴിയുന്ന മഴയാണ്. ദേവു ബുക്കുകൾ തുറന്നു വെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. കണ്ണുകൾ ഇടയ്ക്കിടെ നിറയുന്നുണ്ട്. ഇടയ്ക്കൊന്ന് മൂക്ക് വലിച്ചപ്പോഴാണ് ഗൗരി തലയുയർത്തി നോക്കിയത്. ഹലോ, നീ എന്താടി പെണ്ണെ ഈ ചിന്തിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ദേവു പറഞ്ഞു. എൻ്റെ ദൈവമേ, ഈ പെണ്ണ് കഴിഞ്ഞ ജന്മം വല്ല മാക്കാന്തവളെ ആയിരുന്നോ? മഴ വരുമ്പോഴേക്കും കരയാൻ. ഈ പെണ്ണിൻ്റെ മോങ്ങല് കണ്ട അവളെ അവൻ 10 കൊല്ലം പ്രേമിച്ച് തേച്ചിട്ട് പോയ പോലെ ഉണ്ടല്ലോ. അത് കേട്ടതും ഒരു ചെറുചിരി അവളിൽ വിരിഞ്ഞു. ചിരിക്കണ്ട നീ, എന്നെങ്കിലും അവൻ നാട്ടിൽ വരും. അവനെ നിന്റെ മുന്നിലിട്ട് ഞാൻ നാണം കെടുത്തും. അന്ന് അവനറിയും അപമാനിതനാകുന്നതിൻ്റെ വേദന എന്താണെന്ന്. ഗൗരിയുടെ ശബ്ദം കനത്തു. എടി, അതിന് കാശിയേട്ടൻ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ.